ആന്റണി, എന്താടാ ഇത്? ഇതാണച്ചോ ഞാൻ പറഞ്ഞ ചെറുക്കൻ. കല്യാണം നടത്തിക്കാൻ കൊണ്ടുവന്നതാ. പെണ്ണേതാ? അച്ഛന്റെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ടല്ലോ. മേരിയോ? അതെ. ഇന്നലെ നടന്ന കാര്യമൊന്നും ഇവള് പറഞ്ഞില്ലേ? ഇല്ല. എന്താടാ ഇങ്ങനെ? ഒന്നുമില്ലച്ചോ, ഒരു മയക്കമാണ്. മോനെ, മോനെ, ഈ കൊച്ചന് നീ എന്ത് ചെയ്തടാ? ഞാനൊന്നും ചെയ്തില്ലച്ചോ. ഇവളെ ചതിക്കരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞപ്പോ ഇവനാണ് എന്നെ തല്ലിയത്. ഞാനൊരു അടി കൊടുത്തതേ ഉള്ളൂ. എന്താണച്ചോ? രാജ, രാജ, രാജ. ആന്റണി, അവൻ വിളി കേൾക്കില്ല. അച്ചോ, ഞാൻ... ആന്റണി, നീ എന്തിനീ മഹാപാപം ചെയ്തു? അയ്യോ, ഞാൻ കൊല്ലാൻ വേണ്ടി അടിച്ചതല്ലച്ച. എന്റെ മോളുടെ ജീവൻ നശിപ്പിക്കരുത് ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോ ഇവനാണച്ച എന്നെ തല്ലിയത്. ഞാൻ ഒരടി അടിച്ചതേ ഉള്ളൂ. അച്ഛനെ വിശ്വസിക്കില്ലേ? മോളെ, നീയെങ്കിലും എന്നെ വിശ്വസിക്കും. ഇവനെ കൊണ്ട് നിന്നെ താലി കെട്ടിക്കാൻ വേണ്ടിയാണ് അപ്പച്ചൻ അവിടെ പോയത്. നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവനല്ലേ ഈ അപ്പച്ചൻ. ഞാൻ ഇവനെ കൊല്ലുമോ? അപ്പച്ച, എന്നോടിത് ചെയ്തല്ലോ. അച്ചോ, ഞാൻ സത്യമാണ് പറയുന്നത്. ഈ ആന്റണി വിശ്വസിക്കച്ചോ, ഞാൻ അവനെ മനഃപൂർവ്വം കൊന്നതല്ല. ഞാൻ എന്തൊക്കെയാണ് കാണേണ്ടി വരുന്നത്? അച്ചോ, എന്നെ രക്ഷിക്കണം അച്ചോ. ഈ ആന്റണിക്ക് ആരുമില്ല അച്ചോ. അച്ചോ, അച്ചോ, അച്ചോ. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അച്ചോ, സോറി ഫാദർ. രാപകൽ തിരഞ്ഞിട്ടും ശവശരീരം കണ്ടുകിട്ടിയില്ല. അപമാനത്തെ ഭയന്നായിരിക്കും അവളങ്ങനെ ചെയ്തത്. എനിക്കെല്ലാം മതിയായി. ദയവ് ചെയ്ത് എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്താണ്? എന്നെ തൂക്കിക്കൊല്ലാനോ വെടിവെച്ച് കൊല്ലാനോ ഉത്തരവിടിക്കൂ. ആന്റണി, അതിനു മുമ്പ് എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ. അച്ഛനെ ഒന്ന് കാണണം. ഫാദർ കിടപ്പിലാണ്. നിന്നെ അറസ്റ്റ് ചെയ്ത ശേഷം ഇതുവരെ അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല.
നിന്നെയും ഫാദറിനെയും അന്ന് ആ പള്ളി വളപ്പിൽ വെച്ച് കണ്ടപ്പോൾ ഈ നാട്ടിൽ തന്നെ ജോലി കിട്ടിയതിൽ ഞാൻ വളരെയേറെ സന്തോഷിച്ചു. ഇന്ന് ഞാൻ കാക്കുടുപ്പിനുള്ളിൽ കത്തി എറിയുന്ന ഒരു മെഴുകുതിരിയാണ്. ഫാദർ, ഇത് ഞാനാണ് ഫാദർ, ലോറൻസ്. ലോറൻസ്, ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്കാനല്ലേ പറഞ്ഞത്? എനിക്ക് തീരെ വയ്യ ലോറൻസ്. നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. എനിക്ക് എങ്ങോട്ടും പോകാൻ വയ്യ. എന്നാൽ ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, എനിക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടും. ഒരു ചികിത്സയേ ഉള്ളൂ. എന്താണ് ഫാദർ? എനിക്ക് ആന്റണിയെ കാണണം. നീ വിചാരിച്ചാൽ അവനെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ കാണിക്കാൻ കഴിയും. ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം ഫാദർ പറയുന്നതെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. ഇല്ല ഫാദർ. ലോറൻസ്, നിന്നെ ഞാൻ കണ്ടു. ഇതുപോലെ അവനെയും എനിക്ക് കാണണം. എന്റെ അവസാനത്തെ ആഗ്രഹമാണ്. നീ അത് സാധിച്ചു തരില്ലേ? ഫാദർ, ഞാൻ ഉടനെ തന്നെ ആന്റണിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഫാദറിനെ കാണിച്ചു തരാം. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം. താങ്ക് യു മൈ സൺ. ഫാദർ, ഫാദർ, ഐജിയുടെ അനുവാദത്തോടെ എന്റെ ഉത്തരവാദിത്തത്തിലാണ് ആന്റണിയെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും നീ വാക്ക് പാലിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് എന്താ ഫാദർ? എനിക്ക് ആന്റണിയോട് തനിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഫാദർ സംസാരിച്ചോളൂ. ഞാൻ അപ്പുറത്ത് കാത്തു നിൽക്കും. ആന്റണിയെ, നീ എന്താടാ അവിടെ നിൽക്കുന്നത്? നീ അടുത്ത് വാ, വാടാ. കരയാതെടാ, കരയാതെ. ദൈവത്തിന്റെ നിശ്ചയങ്ങൾ തിരുത്താൻ മനുഷ്യനെ കൊണ്ടാവില്ല. എല്ലാം സഹിച്ചേ പറ്റൂ. നീ പോയതിനു ശേഷം എന്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലടാ. എനിക്ക് ഒരു പ്രധാന കാര്യം തന്നെ ഏൽപ്പിക്കാനുണ്ട്. എന്താണ് അച്ചോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോ കത്തിക്കാറുള്ള ആ മെഴുതിരി വിളക്ക് അതിലൊന്ന് നിർത്തുന്നു.
ആന്റണി, ഇത് ഒരു വിളക്കല്ല. ഇതിന്റെ വെളിച്ചം എന്റെ ആത്മാവിന്റെ വെളിച്ചമായിരിക്കും. നിന്റെ മനസ്സ് ചഞ്ചലപ്പെടുമ്പോ നീ ഇത് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കണം. ആന്റണി, എന്നെയാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. ഫാദർ, സമയമായി. സമയമായെന്ന് എനിക്കും തോന്നുന്നു. ലോറൻസ്, ലോകം മുഴുവൻ ആന്റണി ഒരു കൊലപ്പുള്ളിയായിട്ടേ കാണും. പക്ഷെ നീ എന്നും ഇവനെ സ്നേഹിതനായിട്ട് തന്നെ കാണണം. ഫാദർ, ഈ പണം കുഞ്ഞുനാൾ മുതൽ ഇവനിവിടെ ജോലി ചെയ്തതിന്റെ പ്രതിഫലമാണ്. ശിക്ഷ കഴിഞ്ഞു വരുമ്പോ നീ ഇത് ഇവനെ ഏൽപ്പിക്കണം. ഒരു ചുമതല കൂടി നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. എന്താണ് ഫാദർ? എന്നെങ്കിലും ഇവൻ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ നീ കളങ്കമില്ലാത്ത മനസ്സോടെ ഇവനെ സ്വീകരിക്കുമെന്ന് എനിക്ക് വാക്ക് തരുമോ? ഞാൻ വാക്ക് തരുന്നു ഫാദർ. അച്ഛോ, അച്ഛോ, ഫാദർ, അച്ഛോ, അച്ഛോ, ഫാദർ, ഫാദർ.